സോ മാസ്റ്റർ ലേറ്റർ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ എന്താണ് ലേറ്റക്, എന്താണ് ടെക് ഡിസ്ട്രിബ്യൂഷൻസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി, എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അറിയേണ്ടത് എന്താണ് ഒരു ലേറ്റക് ഫയലിന്റെ സ്ട്രക്ചർ, എങ്ങനെയാണ് ലേറ്റക് ഫയൽ ഉണ്ടാവുക. നമ്മൾ ഏതെങ്കിലും ഒരു ലേറ്റക് എഡിറ്റർ, ടെക് മേക്കറോ ടെക്നിക് സെന്ററോ ഒക്കെ എടുത്തു. ഇതിനകത്ത് സാധാരണ പോലെ ചെയ്യുന്ന പോലെ തന്നെ ന്യൂ ഫയൽ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഡോക്യുമെന്റ് ക്ലാസ് ആർട്ടിക്കിൾ, ബിഗിൻ ഡോക്യുമെന്റ്, എൻഡ് ഡോക്യുമെന്റ്, അതിനകത്തൊരു ടെക്സ്റ്റ് കൊടുത്തിട്ട് ദിസ് ഇസ് സാമ്പിൾ ലേറ്റർ ഫയൽ. ഈ ഫയൽ നമ്മൾ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ദിസ് ഇസ് സാമ്പിൾ ലേറ്റർ ഫയൽ എന്ന് എഴുതിയിരിക്കുന്ന ഒരു PDF ആണ്. ഒരു 10 പോയിന്റ് ആയിരിക്കും ഇതിന്റെ ലെറ്റർ സൈസ്. A4 ഷീറ്റിൽ A4 പേജ് സൈസിൽ ഒരു PDF ഫയൽ നമുക്ക് പോർട്രേറ്റിൽ ഒരു PDF ഫയൽ നമുക്ക് അവൈലബിൾ ആണ്. അതിനകത്ത് ഉണ്ടാകും ദിസ് ഇസ് സാമ്പിൾ ലേറ്റക് ഫയൽ. നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഫോണ്ട് സൈസ് സെറ്റ് ചെയ്തിട്ടില്ല, മാർജിൻ സെറ്റ് ചെയ്തിട്ടില്ല, ഒന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആകെ കൊടുത്തിരിക്കുന്നത് ഡോക്യുമെന്റ് ക്ലാസ് ആർട്ടിക്കിൾ, ബിഗിൻ ഡോക്യുമെന്റ്, എൻഡ് ഡോക്യുമെന്റ്. അപ്പൊ ഏതൊരു ലേറ്റക് പ്രോഗ്രാമിന്റെയും ബിഗിനിങ്ങിൽ, ലേറ്റക് കോഡിന്റെയും ബിഗിനിങ്ങിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഡോക്യുമെന്റ് ക്ലാസ് ആർട്ടിക്കിൾ ആണ്. ഡോക്യുമെന്റ് ക്ലാസ് ആർട്ടിക്കിൾ ഇല്ലാതെ ഒരു ലേറ്റക് ഫയൽ നമുക്ക് കമ്പൈൽ ചെയ്യാൻ പറ്റില്ല. ഇത് കമ്പൽസറിയാണ്, ഇതായിരിക്കണം ഫസ്റ്റ് വരുന്നത്. എന്താന്ന് പറയാം. പിന്നുള്ളത് ബിഗിൻ ഡോക്യുമെന്റ് ഉണ്ട്, എൻഡ് ഡോക്യുമെന്റ് ഉണ്ട്. ഒരു ലേറ്റക് ഫയലിൽ കമ്പൽസറി ആയിട്ട് വേണ്ട മറ്റൊരു കാര്യമാണ് ബിഗിൻ ഡോക്യുമെന്റും എൻഡ് ഡോക്യുമെന്റും. എല്ലാ ലാറ്റക് കമാൻഡും സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കിയാൽ സ്ലാഷ് നോക്കുക. ഇതിനെ നമ്മൾ ലാറ്റക് കമാൻഡ്സ് എന്നാ വിളിക്കുക. അപ്പോൾ ബിഗിൻ ഡോക്യുമെന്റ് ഉണ്ട്, എൻഡ് ഡോക്യുമെന്റ് ഉണ്ട്. വേറൊരു അടുത്തൊരു ഫയൽ നോക്കിക്കഴിഞ്ഞാൽ, അടുത്തൊരു കോഡ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ചുകൂടെ ഓപ്ഷൻസ് ഉണ്ട്. ഡോക്യുമെന്റ് ക്ലാസ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത്, ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇല്ല, സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് 12 പോയിന്റ് A4 പേപ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. കേർലി ബ്രേസിനകത്ത് ആർട്ടിക്കിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്ത ലൈനായിട്ട് യൂസ് പാക്കേജ് ഗ്രാഫിക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കി, ലേറ്റക്കിന്റെ മെയിൻ ആയിട്ടുള്ള കമാൻഡുകൾ മുഴുവൻ അതിനകത്ത് കാര്യങ്ങളൊക്കെ വരിക കേർലി ബ്രേസസിനകത്താണ്. ചില അഡീഷണൽ പാരാമീറ്റേഴ്സും ഓപ്ഷൻസും ആണ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് വരിക. എല്ലാ കമാൻഡും സ്റ്റാർട്ട് ചെയ്യുന്ന സ്ലാഷ് വെച്ചിട്ട്. ഇത്ര പോലെ കാര്യങ്ങൾ മനസ്സിലുണ്ടാവണം. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഇവിടെ കർലി ബ്രേസ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് അല്ലെങ്കിൽ ഒരു ഓർഡിനറി പാരന്തസിസ് ആണ് കൊടുക്കുന്നത് വിചാരിക്കുക. പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ എറർ കാണിക്കും. സോ അതൊക്കെ ശ്രദ്ധിക്കുക. കർലി ബ്രേസ് ആണ്, ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് ഓപ്ഷൻസ് വരേണ്ടത്. ഓപ്ഷൻസ് പാരാമീറ്റേഴ്സ് ഒക്കെ യൂഷ്വലി സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് വരിക. ഈ ബിഗിൻ ഡോക്യുമെന്റിന് മുന്നേ നമ്മൾ കൊടുക്കുന്നതിന് മുഴുവൻ നമ്മൾ പ്രിയാമ്പിൾ എന്നാണ് പറയുന്നത്. ഇവിടെ പ്രിയാമ്പിളിനകത്ത് ആകെ ഡോക്യുമെന്റ് ക്ലാസും ഒരു പാക്കേജ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ ബിഗിൻ ഡോക്യുമെന്റിന് മുന്നേ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന മുഴുവൻ പ്രിയാമ്പിൾ ആണ്. എൻഡ് ഡോക്യുമെന്റിന് ശേഷം എന്ത് കൊടുത്തു കഴിഞ്ഞാലും അത് കമ്പൈലർ അല്ലെങ്കിൽ ലേറ്റക് എഡിറ്റർ കമ്പൈൽ ചെയ്യില്ല. നമ്മൾ എന്താണോ കമ്പൈൽ ചെയ്യേണ്ടത്, എന്താണോ നമുക്ക് പ്രോസസ് ചെയ്യേണ്ടത്, അത് മുഴുവൻ ബിഗിൻ ഡോക്യുമെന്റ്, എൻഡ് ഡോക്യുമെന്റ് ഇതിനകത്തായിരിക്കണം കൊടുക്കേണ്ടത്. എൻഡ് ഡോക്യുമെന്റിന് ശേഷം നമ്മൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് വർക്ക് ചെയ്യില്ല, അത് കമ്പൈൽ ചെയ്യില്ല. നമുക്ക് ആവശ്യമായിട്ട് വരും. എൻഡ് ഡോക്യുമെന്റിന് ശേഷം നമ്മൾ ചില കോഡുകളോ കാര്യങ്ങളൊക്കെ പിന്നെ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് പിന്നെ കൊടുക്കാവുന്നതാണ്, സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഇപ്പൊ അത് നോക്കേണ്ടതില്ല. ഇപ്പൊ ബിഗിൻ ഡോക്യുമെന്റ്, എൻഡ് ഡോക്യുമെന്റ്. ബിഗിൻ ഡോക്യുമെന്റിന് മുന്നേ ഉള്ളതിനാണ് നമ്മൾ പ്രിയാമ്പിൾ എന്ന് വിളിക്കുക. സോ പ്രിയാമ്പിളിനകത്ത് എന്താ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ക്യാൻ ഡിഫൈൻ ദ ഡോക്യുമെന്റ് ക്ലാസ്. ഡോക്യുമെന്റ് ക്ലാസ് നമ്മൾ ആദ്യം പറഞ്ഞു, ഫസ്റ്റ് അതാണ് വേണ്ടത്. ടുഗദർ വിത്ത് സം സ്പെസിഫിക്കേഷൻസ്. എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ആ കൊടുക്കാൻ പറ്റുക? ബിഗിൻ ഡോക്യുമെന്റിന് മുന്നേ ആയിട്ട് കൊടുക്കുന്ന പ്രിയാമ്പിളിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാം. നമുക്ക് ആ കോഡ് റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാക്കേജുകൾ, ചില ലാംഗ്വേജസ്, മാർജിൻ സൈസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. നമ്മൾ ഉപയോഗിക്കേണ്ട കളറുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ പല കാര്യങ്ങളും നമുക്ക് അവിടെ ഡിഫൈൻ ചെയ്ത് വെക്കാവുന്നതാണ്. അതിനെ നമ്മൾ പാക്കേജസ് എന്ന് വിളിക്കുക. അപ്പോൾ പാക്കേജസ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റു ചില സ്പെസിഫിക്കേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെയാണ് നമ്മൾ പ്രിയാമ്പിൾ യൂസ് ചെയ്യുന്നത്. ഡോക്യുമെന്റ് ക്ലാസ്സിന്റെ ടൈപ്പ് പറയുന്നതിന്റെ കൂടെ മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെ നമുക്ക് ആ സെക്ഷൻ ഏരിയ ഉപയോഗിക്കാതെ ആ പ്രിയാമ്പിൾ യൂസ് ചെയ്യും.
അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പ്രിയാമ്പിളിൽ ഡോക്യുമെന്റ് ക്ലാസ് ആണ്. ഡോക്യുമെന്റ് ക്ലാസിന്റെ സിന്റാക്സ് ഇതാണ്. ഡോക്യുമെന്റ് ക്ലാസ്, സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് ഓപ്ഷൻസ്, കേളി ബ്രേസിനകത്ത് ക്ലാസിന്റെ പേര്, ഡോക്യുമെന്റ് ക്ലാസിന്റെ പേര്. ലാറ്റക്കിൽ ഒരുപാട് ഡോക്യുമെന്റ് ക്ലാസ്സുകൾ ഉണ്ട്. എക്സാമ്പിൾ നേരത്തെ കണ്ട പോലെ ആർട്ടിക്കിൾ ഉണ്ട്, റിപ്പോർട്ട്, ബുക്ക്, ലെറ്റർ, ബീമർ, മെമ്മോ, ഇതൊക്കെ പല ഡോക്യുമെന്റ് ക്ലാസ്സുകളാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ക്ലാസ്സുകളാണ് ലൈറ്റക്കിലെ. അതുകൂടാതെ അഡീഷണൽ ഓൾട്ടർനേറ്റീവ് ലേറ്റർ ക്ലാസ്സുകളും ഉണ്ട്. അത് ഈ ലിങ്കിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് മറ്റ് ചില സ്പെസിഫിക് പേർപ്പസിനായിട്ടുള്ള ലേറ്റർ ക്ലാസ്സുകൾ കൂടിയുണ്ട്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതാണ് ആർട്ടിക്കിൾ, റിപ്പോർട്ട്, ബുക്ക് ഒക്കെ. ബീമർ ആർട്ടിക്കിൾ ആണ് നമ്മൾ സാധാരണ സയന്റിഫിക് ജേർണൽസും പ്രസന്റേഷൻസും ഷോർട്ട് റിപ്പോർട്ട്സ് ഒക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏറ്റവും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ലേറ്റർ ക്ലാസ് ആണ് ആർട്ടിക്കിൾ. റിപ്പോർട്ട് നമ്മൾ തീസിസ് വർക്കിനൊക്കെ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്നതാണ്, ഡിസർട്ടേഷൻ വർക്കിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ബുക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്കും മെമ്മോയറുമാണ് നമ്മൾ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരുപാട് കൺട്രോൾസ് ഉണ്ട്. നമ്മളത് പഠിച്ചു വരുമ്പോഴേ മനസ്സിലാവും എന്താണ് സാധാരണ നമ്മൾ ഒരു ഡോക്യുമെന്റ് പ്രോസസ്സിൽ ചെയ്യുന്നതും ലാറ്റക്കിൽ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം. ലെറ്റേഴ്സിന് വേണ്ടി ലെറ്റർ ക്ലാസ് യൂസ് ചെയ്യാം. നമ്മുടെ പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ ചെയ്യുന്ന പോലെ പ്രസന്റേഷന് വേണ്ടിയിട്ട് ബീമർ യൂസ് ചെയ്യാം. പ്രസന്റേഷൻ ഫയലുകൾ, സ്ലൈഡുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീമർ ക്ലാസ് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങാൻ ഏറ്റവും നല്ലത് ആർട്ടിക്കിൾ ക്ലാസ് ആണ്. അപ്പൊ ക്ലാസിന്റെ പേര് ഈ കേളി ബ്രേസസിനകത്താണ് കൊടുക്കേണ്ടത്. ഓപ്ഷൻസ് കമ്പൽസറി അല്ല, ഓപ്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷണൽ ആണ്. ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്തായിരിക്കണം. ഇനി എന്തിനു വേണ്ടിയിട്ട് ഇത് പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നത്? നമ്മൾ പറഞ്ഞു വെക്കുവാണ് ലാറ്റക്കിന്റെ കമ്പൈലറിനോട് നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്, അല്ലെങ്കിൽ ലെറ്റർ എന്ന് പറയുന്ന ക്ലാസ് ആണ്. ആ ക്ലാസ്സിന് വേണ്ട കുറെ പാരാമീറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഡിഫോൾട്ട് ആയിട്ടുള്ളത്. അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ആർട്ടിക്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിന് കുറെ പ്രത്യേകതകൾ, അതിന്റെ കുറെ പാരാമീറ്റേഴ്സ്, കുറെ സ്റ്റൈൽ, സ്ട്രക്ചർ ഒക്കെ ഉണ്ട്. അതായിരിക്കില്ല ലെറ്റർ എന്ന് പറയുന്ന ക്ലാസ്സിന് ഉണ്ടാകുക. നമ്മൾ ലെറ്റർ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ലെറ്റർ എന്ന് പറയുന്ന ക്ലാസ് ആണ് കുറെ കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ളത് ആർട്ടിക്കിളിനേക്കാൾ. ആർട്ടിക്കിൾ വെച്ചിട്ട് നമുക്ക് ലെറ്റർ ഒക്കെ ഉണ്ടാക്കാം. പക്ഷെ ലെറ്റർ എന്ന് പറയുമ്പോൾ അത് ലെറ്റേഴ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അതിൽ കുറെ കൂടെ കൺട്രോൾസ് ഉണ്ടാവും, കുറെ കൂടെ അഡ്വാൻറ്റേജസ് ഉണ്ടാവും കമ്പയർ ടു ആർട്ടിക്കിൾ ക്ലാസ്. അപ്പൊ നമ്മൾ ആദ്യമേ കമ്പൈലറിനോട് പറഞ്ഞു വെക്കുവാണ് നമ്മൾ എന്ത് ടൈപ്പ് ഡോക്യുമെന്റ്സ് ആണ്, എന്ത് ടൈപ്പ് ഫയലാണ് നമ്മൾ ഇത് വെച്ച് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതാണ് ആ ക്ലാസ് കൊണ്ട് കാണിക്കുന്നത്. അതിനകത്ത് ഒരുപാട് ഡിഫോൾട്ട് ആയിട്ടുള്ള സ്റ്റൈലുകൾ ഉണ്ട്, സ്ട്രക്ചേഴ്സ്, കോൺഫിഗറേഷൻ ഉണ്ട്. അതൊക്കെ ആ ക്ലാസ്സുമായിട്ട് ഡിപ്പെൻഡന്റ് ആണ്. ചില കമാൻഡുകൾ ചില ക്ലാസ്സുകൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബുക്കിൽ ഉപയോഗിക്കുന്ന ചില കമാൻഡുകൾ, ചാപ്റ്റർ എന്ന് പറയുന്ന കമാൻഡ് ആർട്ടിക്കിളിനകത്തില്ല. ചില കമാൻഡുകൾ ക്ലാസ് സ്പെസിഫിക് ആണ്. ആർട്ടിക്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിനകത്തുള്ള കമാൻഡുകളെല്ലാം ബുക്കിൽ അതുപോലെ ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. ബീമറിലുള്ളതെല്ലാം ആർട്ടിക്കിളിലോ ബുക്കിലോ ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. സോ സം കമാൻഡ്സ് ആർ ക്ലാസ് സ്പെസിഫിക്. അതുകൂടി ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്ലാസ് ആണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. നമ്മുടെ സയന്റിഫിക് ജേർണൽസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ആർട്ടിക്കിൾ ആണ്. ചെറിയൊരു ഡ്രാഫ്റ്റ്, ഒരു ഫയൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഏറ്റവും നല്ലത് ആർട്ടിക്കിൾ ആണ്. ഒരു ഡോക്യുമെന്റ് ക്ലാസ് ഇല്ലാതെ ഒരു ടെക്സ്റ്റ് ഫയൽ, ലാറ്റക്സ് ഫയൽ നമുക്ക് കമ്പൈൽ ചെയ്യാൻ പറ്റില്ല. എല്ലാ ലാറ്റക്സ് ഫയലിന്റെയും സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എന്ത് വേണം? ഡോക്യുമെന്റ് ക്ലാസ് വേണം. അപ്പൊ ഡോക്യുമെന്റ് ക്ലാസിന്റെ സിന്റാക്സ് ഇതാണ്. അതിൽ നമുക്ക് ഓപ്ഷൻസ് എന്ന് പറയുന്നത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ഡോക്യുമെന്റ് ക്ലാസിന്റെ സിന്റാക്സ് നമുക്ക് നോക്കാലോ. സിന്റാക്സ് പറഞ്ഞു, സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് ഓപ്ഷൻസ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് വരിക. കേളി ബ്രേസസിനകത്താണ് നമ്മുടെ ക്ലാസിന്റെ പേര്, ആർട്ടിക്കിൾ അല്ലെങ്കിൽ ബുക്ക് അല്ലെങ്കിൽ റിപ്പോർട്ട് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ ആവശ്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഓരോ. അപ്പൊ ആർട്ടിക്കിൾ, തൽക്കാലം ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓപ്ഷണൽ പാരാമീറ്റേഴ്സ്, ഈ സ്ക്വയർ ബ്രാക്കറ്റ് മുഴുവൻ ആവശ്യമില്ലാത്തതാണ്, മീൻസ് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നതുമാണ്. ഈ ഓപ്ഷൻ ആർഗ്യുമെന്റ്സ് എങ്ങനെയാ കൊടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ, ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കും, കോമ സെക്കൻഡ് ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ കേളി ബ്രാക്കറ്റ് ക്ലോസ്, സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഓപ്ഷൻസ് അല്ലെങ്കിൽ അഡീഷണൽ പാരാമീറ്റേഴ്സ് ഡോക്യുമെന്റ് ക്ലാസ്സിനകത്ത് കൊടുക്കുന്നത് സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്താണ്. ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കാം. ഓപ്ഷൻസ് കോമ സെപ്പറേറ്റഡ് ആയിരിക്കണം. ഇപ്പൊ എന്തൊക്കെ ഓപ്ഷൻസ് ഉള്ളതെന്ന് അറിയോ? അതിനകത്ത് ഫോണ്ട് സൈസ് നമുക്ക് കൊടുക്കാവുന്നതാണ്, പേപ്പർ സൈസ്, ഡ്രാഫ്റ്റ് മോഡ് കൊടുക്കാവുന്നതാണ്, സിംഗിൾ കോൾ ആണോ, വൺ കോൾ ആണോ, ടു കോൾ ആണോ, കോളം സ്പെസിഫൈ ആവുന്നതാണ്, ചാപ്റ്റർ സ്പെസിഫൈ ആവും, ചാപ്റ്റർ ഓപ്പണിംഗ് പേജ് സ്പെസിഫൈ ആവുന്നതാണ്,
അതുപോലെ സിംഗിൾ സൈഡ് ആണോ ഡബിൾ സൈഡ് ആണോ ലാൻഡ്സ്കേപ്പ് ഒക്കെ നമുക്ക് ഇതിനകത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിർബന്ധമില്ല. അപ്പൊ ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ ഇതിനകത്ത് ഓപ്ഷണൽ പാരാമീറ്റേഴ്സ് ഒന്നും കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് ആ ആർട്ടിക്കിൾ ഫയലിന്റെ ഫോണ്ട് സൈസ് 10 പോയിന്റ് ആയിരിക്കും. 10 പോയിന്റ് എന്ന് പറയുന്ന സൈസിന് പകരം എനിക്ക് 12 പോയിന്റ് കൊടുക്കണം എന്ന് വിചാരിക്കുക. ഇപ്പൊ 12 പോയിന്റ് കൊടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 12 പോയിന്റ് എന്ന് കൊടുക്കണം. സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ആർട്ടിക്കിൾ. അപ്പൊ ആ ഫയലിന്റെ കമ്പയർ ചെയ്യുമ്പോൾ ഫോണ്ട് സൈസ് 12 പോയിന്റ് ആയിട്ട് എടുക്കും. ഒന്നും കൊടുത്തില്ലെങ്കിലോ ഡിഫോൾട്ട് ആയിട്ട് 10 പോയിന്റ് എന്ന് എടുക്കുക. അപ്പൊ നമുക്ക് ഫോണ്ട് സൈസ് ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. ഇവിടെ എല്ലാ ഫോണ്ട് സൈസും കൊടുക്കാൻ പറ്റില്ല. അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള 3 ഫോണ്ട് സൈസ് 10 പോയിന്റ്, 11 പോയിന്റ്, 12 പോയിന്റ് ആണ്. 10 പോയിന്റ് ഡിഫോൾട്ട് ആണ്. അത് കൊടുത്തില്ലെങ്കിൽ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് 12 പോയിന്റിൽ കൂടുതൽ കൊടുക്കണമെങ്കിലോ ഫോണ്ട് സൈസ്, അത് നമുക്ക് വേറെ മെത്തേഡുകൾ നമുക്ക് നോക്കാം. അപ്പൊ ഒന്ന് ഫോണ്ട് സൈസ്. പേപ്പർ സൈസ് ഡിഫോൾട്ട് ആയിട്ടുള്ള പേപ്പർ സൈസ് A4 പേപ്പർ ആണ്. അപ്പൊ A4 ഷീറ്റിലാണ് നമുക്ക് ഫയൽ വേണ്ടതെങ്കിൽ നമ്മൾ A4 പേപ്പർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് വേണ്ടത് ഒരു ലെറ്റർ പേപ്പറോ അല്ലെങ്കിൽ A5 പേപ്പറോ ആണെങ്കിൽ നമ്മൾ ഇവിടെ കൊടുക്കണം. അപ്പൊ എനിക്ക് 12 പോയിന്റ് A4 പേപ്പർ ലെറ്റർ പേപ്പറാ വേണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഡോക്യുമെന്റ് ക്ലാസ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 12 പോയിന്റ് കോമ ലെറ്റർ പേപ്പർ എന്ന് കൊടുക്കുക. സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ആർട്ടിക്കിൾ എന്ന് കൊടുക്കുക. അതുപോലെ ഓരോന്നും നമ്മുടെ ആവശ്യം അനുസരിച്ച്. ഇപ്പൊ ഡിഫോൾട്ട് ആയിട്ട് പോർട്രേറ്റിലാണ് വരിക. ലാൻഡ്സ്കേപ്പ് ആയിട്ടാണ് പേജ് അറേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ നമ്മുടെ ഇവിടെ ലാൻഡ്സ്കേപ്പ് കൂടെ കൊടുക്കുക കോമയായിട്ട്. നമ്മൾ ഇതൊന്നും കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ ഇതൊന്നും കൊടുക്കാതെയാണ് ഡോക്യുമെന്റ് ക്ലാസ് ആർട്ടിക്കിൾ എന്ന് കൊടുക്കുന്നത്. 10 പോയിന്റ് എടുക്കും ഡിഫോൾട്ട് ആയിട്ട്. ഡിഫോൾട്ട് പേപ്പർ സൈസ് A4 ആണ്. പോർട്രേറ്റ് മോഡിലാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇവിടെ ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. ചില ഓപ്ഷൻസ് ചില ക്ലാസ്സിന് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഈ ഓപ്പൺ റൈറ്റ് ഓപ്പൺ ഇനി എന്ന് പറയുന്നത്, ഓപ്പൺ റൈറ്റ് അല്ലെങ്കിൽ ഓപ്പൺ ഇനി എന്ന് പറയുന്ന ചാപ്റ്റർ ഓപ്പണിംഗ് പേജ്, അത് ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് റൈറ്റ് സൈഡ് പേജിലാണോ അല്ല ഏത് പേജിൽ വേണമെങ്കിലും ലെഫ്റ്റിലോ റൈറ്റിലോ സ്റ്റാർട്ട് ചെയ്യാവോ, ഈവൻ ഓഡ് ഏതിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്ന കമാൻഡ് ഓപ്പൺ റൈറ്റ് ഓപ്പൺ ഇനി. അത് ബുക്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. കാരണം ആർട്ടിക്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് ചാപ്റ്റർ ഇല്ല. ചാപ്റ്റർ എന്ന് പറയുന്ന കമാൻഡ് ബുക്കിനകത്ത് മാത്രമാണ്. ബുക്ക് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് മാത്രമാണ്. അപ്പോ ആർട്ടിക്കിളിനകത്ത് ഓപ്പൺ റൈറ്റ് വർക്ക് ചെയ്യില്ല. കൊടുത്ത എറർ ഒന്നും കാണിക്കില്ല. പക്ഷെ അത് മനസ്സിലാക്കുക. ചില കമ്പൈലേഴ്സ് എറർ കാണിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഈ ഓപ്ഷൻസ് സെറ്റ് ചെയ്യാവുന്നതാണ്.